ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ ആയിട്ടുണ്ട്. ഞാൻ നല്ല ടയർഡും കാര്യങ്ങളൊക്കെ ആണ്. ബട്ട് എനിക്ക് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം അവൾക്ക് ഞാൻ ഹാപ്പി ബർത്ത്ഡേ നേരുന്നു. ഇനി അവൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നോക്കി പിന്നെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, വീട്ടിലിരുന്ന ഡ്രസ്സാണ്. അതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഇനി അവളെ വീട്ടിലോട്ട് പോകണം. ഇനി ഉച്ചയ്ക്ക് അവിടെ നിന്ന് സദ്യയും പിന്നെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വ്ളോഗായിട്ട് ചെയ്യാം. കുറേ നാളോട് യൂട്യൂബ് തുടങ്ങണം എന്നുണ്ടെങ്കിലും ഒരിക്കലും നമുക്കറിയാം യൂട്യൂബ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ഒരു ഫേസ്, അതായത് ഒരു ഫോണിന്റെ മുമ്പിൽ പറയുമ്പോൾ നമുക്ക് അത്രയും കുറേ അധികം കളിയാക്കലും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഞാൻ ഇത് യൂട്യൂബ് എടുക്കുന്ന കാര്യം ഞാൻ അടുത്ത് ഒന്നും പറയാത്തത്. എനിക്ക് അത്യാവശ്യം സബ്സ്ക്രൈബും വ്യൂസ് ഒന്നും ഇല്ല. എന്നാലും നമുക്ക് പിന്നീട് ഭാവിയിൽ നോക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ അതായത് മെമ്മറീസ് ആയിട്ട് മാറും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എന്തായാലും ഈ വ്ളോഗ് ചെയ്യും. അപ്പോൾ ഈ നിമിഷങ്ങളൊക്കെ പിന്നീട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കും. അപ്പോൾ ഇന്ന് ചെയ്യണമെന്നൊക്കെ വളരെ ആഗ്രഹിച്ചെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം വേണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ബാ, എൻ്റെ ഔട്ട്ഫിറ്റ് ഇത് ഗിഫ്റ്റ് നമ്മൾ അങ്ങോട്ട് പോകണേ. അപ്പം ബാ, നല്ല മഴക്കുളമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മഴ ചാറുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ മഴ പെയ്യല്ലേ എന്നാണ് പ്രാർത്ഥന. പെയ്യോണ്ടറിയാൻ വയ്യാണ്ട്. ഇവിടുത്തെ റോഡൊക്കെ വളരെ ശോചനീയമാണ്. നടന്നു പോകുന്നു അതുവരെ ഒരു അരമണിക്കൂറെങ്കിലും നടക്കണം കേട്ടോ. നമുക്ക് പ്രിയദർശിനി ടിക്കറ്റൊന്നും കിട്ടിയില്ല, ഫാസ്റ്റാണ് കിട്ടിയത് കേട്ടോ. നേരത്തെ മഴയൊക്കെ ആയിരുന്നു. ഇപ്പം ഇത് പോയി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോകണം. നമ്മൾ എൻ്റെ ടിക്കറ്റ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. കാണാനില്ല കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ ഗേളിനെ കിട്ടി. അപ്പോൾ അവൾ എന്നെ വിളിക്കാൻ വരികയാണ്. ഹാപ്പി ബർത്ത്ഡേ. കൊണ്ടുനടക്കാൻ വയ്യ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സോ. വെൽക്കം. ചായ കുടിക്കാൻ പോണോ? എന്നാ വാ, ചായ കുടിക്കാൻ പോവാ. അപ്പം നമ്മൾ ചായക്കടയിൽ പോയി ചായയൊക്കെ കുടിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചായക്കടയിൽ പോവുകയാണ് ഗായ്സ്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ബ്രെഡ്, ഇത് വാഴയ്ക്കപ്പം, ബദാം മിൽക്ക്, ഉള്ളിവട, ഉഴുന്നുവട, പരിപ്പ് വട. ഒന്നും ആയില്ല. ഗസ്റ്റ് ചെയ്യാതെ എന്തോന്നാണെന്ന്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നീ എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. ചായ വന്നിട്ടുണ്ട്. ബദാം മിൽക്ക് ഉണ്ടാക്കുന്നു. വേണം. ബദാം മിൽക്ക് ഷുഗർ കട്ടാണ്. കുടിച്ചാൽ മതി. നല്ല കുടിക്കാം. വീട്ടിൽ എന്താണ് ഈ മണ്ണിൽ സൂപ്പർ. ഒരു രക്ഷയില്ല കേട്ടോ. ഈ സ്ഥലം പറഞ്ഞാൽ കിളിമാനൂരാണ്. കിളിമാനൂർ നിലമേ ബംഗ്ലാവ്. ഇങ്ങനെ കുറച്ച് മൂടി ചട്നി കൂടെ കഴിക്കാം. അതിൽ ക്ലിയർ ഇല്ലാത്തതിൽ അതെ. ഇതാണ് ബുജി ദേവു. കൊള്ളാം. പനി പിടിച്ചിരിക്കണം. ഇതാണ് അവളുടെ ഹോം ബാത്റൂം. എല്ലാം ഉണ്ട്. എന്തൊക്കെ നോക്കണം. ഇല്ലടി, ഡയറി മിൽക്കാതെ തിന്നു. അങ്ങോട്ട് ആഫ്രിക്ക പറയും ഞാൻ 90s കിഡാണ്. സർപ്രൈസ് ഒന്നുമില്ല. അതിൻ്റെ അത് തുറക്കണം. ഇതെന്തോന്നടി ഇത്? ലോറിയാ? ഇത് ദേവുന്റെ ഗിഫ്റ്റ്. നൈസ്. നിറയാണ്ട് ടെർമോക്കോണ്ട് അവർക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെയാണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് സൂപ്പറാണ്. ഓ, ഇനി നമുക്ക് തിന്നാ ഇത് കേക്ക്. കുറച്ച് മുടിയൊക്കെ ആയെന്നേ ഉള്ളു അതില്. എത്ര ദിവസം കൊച്ചു കഷ്ടപ്പെട്ടുണ്ടാക്കിയ കേക്കാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. നോക്കട്ടെ, കണ്ടോ? ഹാപ്പി ബർത്ത്ഡേ. നമുക്കെല്ലാം നമുക്ക് തന്നു ഗായ്സ്. എന്താ ഇതിനകത്ത് എന്താ നോക്കാം. നമുക്ക് കേക്കാണ് മഞ്ഞ കളർ വിത്ത് മുട്ടായി. ഇങ്ങനെ കൊണ്ട് ചോദിക്കാം എന്താ അതിനകത്ത് നോക്കാം. കൂൾ ടച്ച്. ഞാൻ എനിക്ക് വേണ്ടി മാത്രം മേടിച്ചതാണ്. ഇതാണ് ബർത്ത്ഡേ ഡ്രസ്. നമുക്ക് ഇട്ടിട്ട് ഫൈനൽ ലുക്കൊക്കെ കാണാം കേട്ടോ. ഗായ്സ്, മുട്ടായാണ്. അവളെനിക്ക് ഒരെണ്ണം തരയാണ്. ഇതിന് ഏതെടുക്കണം? നമുക്ക് ഈ സ്മൈലി എടുക്കാം. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ ഡി ഉള്ള ഡി എടുക്കാം.
ഡി ഒന്നും അതിനകത്ത് കാണൂല. ഓപ്പൺ. അച്ചൂസ് ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്കുണ്ട്. ഒന്നില്ലേ സൂപ്പർ. നല്ല ടേസ്റ്റ്. ഇഷ്ടി കൊണ്ടുവന്നേക്കാണ്. എന്താണ് കയ്യിൽ? റെയിൻ കോട്ടാ? സദ്യ അല്ലായിരുന്നു അത്? ഇലയെ കൊണ്ട് വന്ന നല്ല നല്ല കറികളുണ്ട്. പച്ചടി, കിച്ചടി. ഇത് കാളൻ കാളൻ അച്ചാർ വന്നിട്ടുണ്ട്. കിച്ചടി, പച്ചടി, അവിയൽ. ഈ രേഷ്മ ഇതിൽ അലത്തത് ഇല എല്ലാം ഉണ്ട്. ഇലയൊക്കെ നല്ല ഫ്രഷ് ഇല. നല്ല ചോറ്, നല്ല പൂ പോലത്തെ ചോറുണ്ട്. ശർക്കര വരട്ടി. കൂടി എന്താ ഫ്രീയാ? ഇല വന്നു, ചോറ് വന്നു, എല്ലാം വന്നു. എന്തോ കൊറേ കറിയുണ്ട് കേട്ടോ. ഈ ചട്നി മാമിന്ന് വാങ്ങിച്ചതാണ്. ചട്നി മാമിന്ന് വാങ്ങിച്ചാണ് ഓർഡർ. ഇതെന്താ കാളനാണല്ലേ? വേലനാ? ഇതൊക്കെ എന്തോ ചേച്ചി ചോറുണ്ട്. ചോറ് രണ്ട് പായസം ഇതിന്റെ മാത്രമേ നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്. കൊച്ചിനെ കിട്ടിയാ? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ വെള്ളം വെച്ചാവുന്നു. ഇനി ഞാൻ കഴിക്കട്ടെ. എന്തോന്നു രണ്ടെണ്ണം ഇല്ലേ? കുറച്ചും കൂടെ പാല്. നമ്മളിപ്പോ മേക്കപ്പ് ചെയ്യാണ്. അപ്പൊ ഇത് കൺസീലറും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഐബ്രോസ് ഫിൽ ചെയ്യണം. ജസ്റ്റ് ഒന്ന് ചിരിക്ക് ചെയ്യാൻ നോക്കി ഒരുക്കിയിട്ട് വരാം. പിന്നെ നമുക്ക് ഫൈനൽ ഒന്ന് കാണാം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി കഫേയിൽ പോയിട്ടാണ് നമുക്ക് പാർട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പോകണം. ഗായ്സ് നമ്മളെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിത് തുറന്ന് അങ്ങോട്ട് പോകണം. കുറേ ചെടികളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ തൊപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ബർത്ത്ഡേക്കാരി ഓടിയോ? ബർത്ത്ഡേക്കാരി അവിടെ കഫേ വരുന്നത്. നല്ല സ്ഥലം കേട്ടോ. എല്ലാരും ഷൈ ആണ്. ഇവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ഇത് വരുന്നത് പ്രോപ്പർ നിലമേലാണ്.
അങ്ങനെ നമ്മൾ കഴിക്കാനൊക്കെ ഇരുന്നു. ലൈമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ നഗറ്റ്സ് എന്ന് പറയുന്നതും പിന്നെ പെരി പെരി ഫ്രൈസൊക്കെയാണ് വാങ്ങിച്ചത്. അതിനുശേഷം ഓരോ ഡിഷസും നമ്മൾ ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ വരാനായിട്ട് വെയിറ്റ് ചെയ്തൊരു 30 മിനിറ്റ്സെങ്കിലും എടുത്ത് കാണും വരാനായിട്ട്. പിന്നെ ഇത് തന്നെ ഒരു ബബിൾ മിൽക്ക് ടീ എന്ന് പറയുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, അതായത് കുടിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അതിലെന്തോ ഒരു നമ്മൾ അടപ്പായസത്തിലൊക്കെ ഇടുന്ന ഒരു മോഡലൊരു സാധനം ഉണ്ട് അതിൽ. നമ്മൾ സ്ട്രോയിൽ കൂടെ കുടിക്കുമ്പോൾ എല്ലാം അതാണ് വരുന്നത്. ഇത് പെരി പെരി മസാല ഇട്ട ഫ്രൈ ആണ് കേട്ടോ, നോർമലല്ല, കുറച്ചും കൂടെ വെറൈറ്റി ആയതാണ്. അതും ടേസ്റ്റ് ചെയ്തു. പിന്നെ മോമോസാണ്, ഫ്രൈഡ് മോമോസ്, മസാല പലതരത്തിലുള്ള ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉള്ള മോമോസൊക്കെ ആയിരുന്നു. അതൊക്കെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു. എന്തൊക്കെ തിന്നണമെന്ന് കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അത്രയ്ക്കധികം സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുവിധം നമ്മളവിടെ കഴിക്കാനൊക്കെ എത്തി. ഈവനിങ് ടൈം ആയപ്പം പിന്നെ നൈറ്റ് കുറച്ച് അധികം ടൈം എടുത്ത് നമ്മളിതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പൊക്കെ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഓരോന്ന് ദാഹിക്കുമ്പം ഈ ടീ വെച്ചാണ് നമ്മൾ. നല്ല കോൾഡായിരുന്നു കേട്ടോ, നല്ല തണുപ്പായിരുന്നു. പിന്നെ ബർഗർ അത്യാവശ്യം പോരായിരുന്നു. പിന്നെ നമ്മുടെ ലോഡഡ് ഫ്രൈസ്, ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ലോഡഡ് ഫ്രൈസ് കഴിക്കണമെന്ന്. കുറേ റീലും ഇൻസ്റ്റയിൽ എപ്പോഴും എനിക്ക് തുറന്നാലും ഈ ലോഡഡ് ഫ്രൈസിൻ്റെ കാര്യങ്ങളാണ് വരുന്നത്. ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്കെന്തോ ഈ ചീസിൻ്റെ ഫ്ലേവർ അത്ര പിടിച്ചില്ല. ബട്ട് ചീസും കൂടെ ഇല്ലായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലതായിരുന്നു. നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ബെറ്ററാണ്. ബട്ട് ചീസിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും അത് ജസ്റ്റ് ഒരു പുളിപ്പാണൊക്കെ തോന്നുന്നത്. എന്നാലും ഞാൻ കഴിച്ചു കേട്ടോ. ഫുഡല്ലേ, നല്ലതായിരുന്നു. പിന്നെ വയറ് തലയൊന്നും ഇല്ലായിരുന്നെന്നാലും മാക്സിമം നമുക്ക് കഴിക്കാൻ പറ്റുന്നതിൻ്റെ അത്ര കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എനിക്കൊരു ബ്ലോഗാക്കി എടുക്കണമെന്ന് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഈ മോമോസും കാര്യങ്ങളൊക്കെ വീണ്ടും ഇതായിരിക്കുന്നു. കുറേ മോമോസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ സാൻഡ്വിച്ചായിരുന്നു നമ്മൾ വാങ്ങിച്ചത്. അത് നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈമൊക്കെ സൂപ്പറായിരുന്നു.